അപ്പൊ ഈ ഒരു ഖേദപ്രകടനം നടത്തിയതോടുകൂടി ഇത് അവസാനിക്കുമോ? വലിയൊരു പരിധിവരെ ആ വിവാദം അവസാനിക്കും. കാര്യം ലാലേട്ടൻ നമ്മുടെ എല്ലാമാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കേരളത്തിന്റെ പൊതു സ്വത്താണ്. എല്ലാ പാർട്ടികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും അവർ സ്വന്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഇനി അവസാനിപ്പിക്കണം. ലാലേട്ടൻ മാപ്പ് പറഞ്ഞതല്ല. ഒരുപക്ഷെ വിജയനാഥ് സാർ ശ്രദ്ധിച്ചു കാണും. വളരെ കെയർഫുള്ളി ആലോചിച്ചാണ് അവർ ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. ലാലേട്ടൻ മാപ്പ് പറഞ്ഞതല്ല, ഖേദപ്രകടനം നടത്തിയതാണ്. അതോടൊപ്പം ആരെയും തള്ളിപ്പറഞ്ഞില്ല, എല്ലാരെയും ചേർത്ത് നിർത്തി. നമ്മുടെ RSS BJP സഹോദരങ്ങൾക്കുണ്ടായ വിഷമം, ആ വാക്ക് എഴുതിയിട്ടില്ലെങ്കിലും അതാണ് ഉദ്ദേശം, നമുക്കെല്ലാം അറിയാം. RSS BJP സഹോദരങ്ങൾക്കുണ്ടായ വിഷമം ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു ഖേദപ്രകടനം വന്നു. ഇനിയും ഓർഗനൈസറിലെ ആർട്ടിക്കിൾ എഴുതിയത് വിഷ്ണു അരവിന്ദ് എന്നൊരു JNU പഠിക്കുന്ന സ്കോളറാണ്. അത് ഓർഗനൈസറിന്റെ എഡിറ്റോറിയലോ മറ്റുമല്ല. അദ്ദേഹം വളരെ പണ്ഡിതനായ സ്കോളറായ റിസർച്ച് സ്കോളറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിട്ട് പറഞ്ഞതാണ്. അത് RSSന്റെയോ സംഘത്തിന്റെയോ BJPയുടെയോ ഒന്നും ഔദ്യോഗിക നിലപാടായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു സിനിമയെ, എനിക്ക് ഈ സിനിമ ആദ്യ ദിവസം തന്നെ കണ്ടു, ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പറയുന്നതിനോടൊപ്പം ഈ 2 ഡാം തകർത്ത് 2 ജില്ല ഇല്ലാതാകും എന്നൊക്കെ പറയുന്നത് കുറച്ച് അമിതമല്ലേ? അതായത് അതിലെ ഹിന്ദുത്വവാദികൾ ഡാം തകർത്ത് ജില്ല ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ? 2, ഇതിൽ ഒരു BJP ഒരു RSSകാരനെ പോലും നന്നായി കാണിച്ചിട്ടില്ല. എല്ലാരും മോശമാണെന്ന് പറയുന്നത് ശരിക്കും ഏതെങ്കിലും വിഭാഗത്തെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുന്ന പോലല്ലേ? ഈ സിനിമയ്ക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിജി ഇതിൽ നിരപരാധിയാണെന്ന് കോടതികൾ പലതവണ ചൂണ്ടിക്കാട്ടി ക്ലീൻ ചിറ്റ് കിട്ടി. ഒരു നരേന്ദ്രമോദിയുടെ റെപ്രസെന്റേഷനിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമായിരുന്നു. ഏതെങ്കിലും BJP RSSകാരെ നന്നായി കാണിക്കായിരുന്നു. അപ്പൊ അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതി ആർക്കും ശരിയല്ല. അതാണ് മോഹൻലാൽ പോലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പാർട്ടിയോട് വിദ്വേഷം ഉണർത്തുന്ന കാര്യം ഉണ്ടെങ്കിൽ ശരിയല്ല. അപ്പൊ ഇതൊരു സമവായത്തിലേക്ക് എത്തി. ചില മാധ്യമ വാർത്തകൾ പറയുന്നത് 3 മിനിറ്റ് ഓൾറെഡി കട്ട് ചെയ്തു. ഞായറാഴ്ച സെൻസർ ബോർഡ് യോഗം കൂടി അനുമതി കൊടുത്തു. ഇന്നോ നാളെയോ, ചില മാധ്യമങ്ങൾ ഇന്നെന്ന് പറയുന്നു, ചില മാധ്യമങ്ങൾ നാളെ എന്ന് പറയുന്നു, ഇന്നോ നാളെയോ അതിന്റെ പുതുക്കിയ പതിപ്പ് വരുമെന്നാണ്. അപ്പൊ ഇതോടെ വിവാദങ്ങൾ അവസാനിച്ചു, കുറെ കൂടെ ഇൻക്ലൂസീവായി. ഇത് എല്ലാവരുടെയും വിജയമാണ്. BJP RSSകാരുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു. ലാലേട്ടൻ തന്നെ ആ വിഷയത്തിൽ എടുത്തു. ഇന്നലെ മല്ലികാ സുകുമാരൻ അടക്കം പൃഥ്വിരാജിന് വേണ്ടി പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാവരുടെയും വിജയമാണ്. ഇനി ലൂസിഫർ വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകട്ടെ. അല്ല, ഇതിനകത്ത് ഈ റീ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു നഷ്ടപ്പെട്ട ഒരു വിശ്വാസ്യതയൊക്കെ വീണ്ടെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? കാരണം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കാണേണ്ടതെല്ലാവരും കണ്ടു കഴിഞ്ഞു. അല്ല, 2 കാര്യങ്ങളാണ്. ഇപ്പം കേരള സ്റ്റോറി, നമ്മുടെ ഛാവ, കാശ്മീർ ഫയൽസ്, ഇതൊക്കെ BJP അനുകൂല സിനിമകളാണ്. എന്നാൽ ഈ എമ്പുരാൻ ഒരു BJP വിരുദ്ധ സിനിമയാണ്. സാറ് ശ്രദ്ധിക്കേണ്ട കൗതുകമുള്ള ഒരു കാര്യം, മല്ലികാ സുകുമാരൻ മാഡം നരേന്ദ്രമോദിജിക്ക് വേണ്ടി ഒഫീഷ്യലി ക്യാമ്പയിൻ ചെയ്ത ആൾക്കാരിൽ ഒരാളാണ്. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിലടക്കം നരേന്ദ്രമോദിജിയെയും കാൻഡിഡേറ്റ്സിനെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ കേരള കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കണമെന്ന് ക്യാമ്പയിൻ ചെയ്ത ആളാണ്. BJP അനുഭാവിയാണ്, BJP വോട്ടറാണ്. എന്നാൽ പൃഥ്വിരാജ് BJPക്കെതിരാണ്. ഇത് നമ്മുടെ വീടുകളിൽ സന്ദേശം അടക്കം കണ്ടു വളർന്നവരിൽ നമ്മൾ, ഇത് സ്വാഭാവികമല്ലേ? അതായത് വീട്ടിൽ ഒരാൾ കോൺഗ്രസ് ആയിരിക്കും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ഒരാൾ BJP ആയിരിക്കും. നമ്മുടെ സമ്പത്ത് സാറിന്റെ, അതായത് MP സമ്പത്തിന്റെ സഹോദരൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റാണ്. അനിരുദ്ധൻ സാറിന്റെ മക്കളാണ് 2 പേരും. ഇത് നമ്മുടെ ഒരു ഹെൽത്തി ഡൈവേഴ്സിറ്റി അല്ലേ? ഇതിനെ ആരോഗ്യപരമായി നമ്മൾ കാണണ്ടേ? അതുകൊണ്ട് ആ വിവാദം മാറി നാളെ മറ്റൊരു സിനിമ വരുമായിരിക്കും, അതിന് മറ്റൊരു ആംഗിൾ കാണും. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസിലാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവ്. ഇപ്പം ഗോദ്ര കുറച്ചുകൂടെ കാണിച്ചിരുന്നെങ്കിൽ അത് കറക്റ്റ് ആകുമായിരുന്നു. കാര്യം ഗോദ്രയും ഗുജറാത്തും രണ്ടും നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണല്ലോ. അപ്പൊ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിലെ ഗെയിം. ആ ബാലൻസ് ചെറുതായിട്ടൊന്ന് പൃഥ്വിരാജ് അമിതമായി ലെഫ്റ്റ് പിടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. പൃഥ്വിരാജ് നമ്മുടെ ലൂസിഫർ വന്നപ്പോൾ ലൂസിഫർ എല്ലാവർക്കും യോജിപ്പായിരുന്നു, സ്വീകാര്യമായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി കോൺഗ്രസ് നമുക്കെല്ലാം അറിയാം. എന്നാൽ അത് കുറച്ചുകൂടി ഒരു ബാലൻസ് ചെയ്തു. ഇത് കുറച്ച് ലെഫ്റ്റിലേക്ക് എക്സ്ട്രാ പോയി ഈ തീവ്ര വലതുപക്ഷത്തെയും കടന്ന് ആക്രമിക്കുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായത്. അതുകൊണ്ട് പൃഥ്വിരാജ് കുറെ കൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കായിരുന്നു. ആ ഡാം പോലുള്ള പരാമർശങ്ങൾ അവോയ്ഡ് ചെയ്യായിരുന്നു. K. സുരേന്ദ്രൻജി എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറുമൂടിന്റെ സജനചന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ 1-2 സാധനങ്ങൾ മാറ്റാമായിരുന്നു. അപ്പോ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ ഒരു അതല്ല, അങ്ങനെ വേണ്ടേ? നമുക്ക് വിമർശനങ്ങളൊക്കെ ആകാം, പക്ഷെ അധിക്ഷേപം വേണ്ടല്ലോ. ഇതില് ഇപ്പൊ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഇപ്പം മല്ലികാ സുകുമാരൻ പറയുന്നുണ്ട് മോഹൻലാലിനെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നു. അതെ, അത് സത്യമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, പൃഥ്വിരാജ് ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികളെ ശക്തമായി പിന്തുണച്ച വ്യക്തിയാണ്. പൃഥ്വിരാജ് നല്ല നായരും നല്ല ഹിന്ദുവാണ്. മകളുടെ അലങ്കൃത മേനോൻ എന്ന് പേരിട്ട വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വിയോജിപ്പാണ്.
അങ്ങനെയുള്ള ഒരുപാട് പേരില്ലേ, അവരെ നമുക്ക് ബഹുമാനിച്ചുകൂടെ? നേരത്തെ പറഞ്ഞതുപോലെ മല്ലികാ സുകുമാരൻ മാഡം വിശ്വാസി മാത്രമല്ല, BJP വോട്ടറും BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത വ്യക്തിയും കൂടിയാണ്, നമ്മൾ മറക്കരുത്. അപ്പോ എന്നാൽ പൃഥ്വിരാജനും മുരളി ഗോപിക്കും അതിനൊരു പിന്നെ ഈ രണ്ട് കൗതുകം എന്ന് പറഞ്ഞാൽ മുരളി ഗോപിയുടെ അച്ഛൻ ശ്രീ ഭരത് ഗോപി RSSനോട് ചേർന്ന് നിൽക്കുന്ന BJPയോട് ചേർന്ന് നിന്ന വ്യക്തിയാണ്. എന്നാൽ മുരളി ഗോപി RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് എതിരാണ്. അദ്ദേഹം മുമ്പ് ടിയാൻ അടക്കമുള്ള സിനിമകളിൽ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മുടെ നാട്ടിന്റെ മനോഹരമായ ആരോഗ്യപരമായ വൈവിധ്യങ്ങളായി ഇത് കാണുന്നതിന് പകരം പൃഥ്വിരാജ് മറ്റേ അൽ പൃഥ്വിരാജാണ്, അൽ മോഹൻലാലാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പൃഥ്വിരാജിന് ISISുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അജിത് ഡോവലിനെ അപമാനിക്കുന്ന പോലെയല്ലേ? കേരളത്തിൽ ഇത്രയും പ്രോമിനന്റ് ഒരാൾക്ക് വിദേശ ഇത് ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഈ ദേശീയത്തിന്റെ പുറത്ത് എന്നും നമ്മൾ പറയരുത്. പൃഥ്വിരാജ് ജോർഡാനിലായിരുന്നപ്പോ ISISന്റെ ആൾക്കാരെ കണ്ടു, അതൊക്കെ ഓവറാണ്. അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. ഈ എല്ലാ ഭാഗത്തു നിന്നും ഓവർ ആക്കുമ്പോഴാണ് പ്രശ്നം. പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടുള്ള വ്യക്തിയാണ്. ആ നിലപാടിനെ നമുക്ക് സംവദിക്കാൻ, ഡിബേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ചില മര്യാദകൾ അതിന് കാണിക്കണം. അവരുടെ വീട്ടുകാരെ ചീത്ത വിളിക്കരുത്, അവരുടെ കുടുംബത്തെ ചീത്ത വിളിക്കരുത്. എന്നാൽ അവരുടെ രാഷ്ട്രീയ നിലപാടിനെ RSS BJP സുഹൃത്തുക്കൾക്ക് അതിശക്തമായി വിമർശിക്കാം. പക്ഷെ ചില മാന്യതകളും മര്യാദകളും ഒക്കെ കാണിക്കണമെന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും പാഠം പഠിക്കേണ്ടതും. ഈ മോഹൻലാലിന് ഇതുവരെ ഉണ്ടായ സിനിമാ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഒരു വലിയ തിരിച്ചടിയായിട്ടാണോ ഇത് ഉണ്ടാകുന്നത്? അല്ല, ലാലേട്ടൻ 40-45 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ലാലേട്ടൻ നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ്. ഇനി ലാലേട്ടനോട് ദേഷ്യമുള്ള BJP RSSലെ ചില പ്രവർത്തകരുണ്ട്, നേതാക്കൾക്കാരുമില്ല, അവർക്ക് ആ മെച്യൂരിറ്റി ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനോട് അങ്ങനെ ദേഷ്യം തോന്നുകയാണെങ്കിൽ ആ തൂവാനത്തുമ്പികളും വന്ദനവും ഹിസൈനസ് അബ്ദുള്ളയും എന്താ പറയുക കിരീടവും ആ സിനിമകളെല്ലാം ഒന്നുകൂടെ കണ്ടാൽ മതി, നമ്മുടെ ആ ദേഷ്യം ഇല്ലാതായിക്കോളും. ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അല്ലേ? ലാലേട്ടനെ കുറിച്ചാണ് ചില ആൾക്കാർ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുകയാണ്. അങ്ങനെയല്ല, ഒരു സിനിമയല്ലേ, സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ലാലേട്ടനെ ഒന്നും ആ സിനിമയുടെ പേര് വളരെ മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ ചില ആൾക്കാരെ ലാലപ്പ് എന്നൊക്കെ വിളിക്കുന്നതൊക്കെ എന്ത് കഷ്ടമാണ്. ലാലെന്നൊക്കെ വിളിക്കുന്നത് എന്ത് കഷ്ടമാണ്. അപ്പോ ലാലേട്ടന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനും മറ്റും സംഘത്തോട് ചേർന്ന് പ്രോഗ്രാമും മറ്റും ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ മിതത്വം നമ്മുടെ നാടിന് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നം. ഈ എന്ത് പറഞ്ഞാലും നമ്മൾ അമിതമായിട്ട് സ്റ്റേറ്റ് ചെയ്യാണ്, അത് ചെയ്യരുത്, അത് ശരിയല്ല. ഈ NG രമേശ് പറയുകയുണ്ടായി, ഇപ്പൊ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളത്. അപ്പൊ അതേ ഒരു നിലപാടായിരിക്കുമോ രാഹുൽ ഈശ്വരനും? അല്ല, അതാണ് MT രമേശ് ജി. അദ്ദേഹം വളരെ ഒരു സ്റ്റേറ്റ്സ്മാൻലി ആയി പറഞ്ഞതാണ്. MT രമേശും നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ ഏറ്റവും മികച്ച നിലപാടാണ് എടുത്തത്. പക്ഷെ നമ്മളത് പറയുന്നതിനോടൊപ്പം സിനിമ മാത്രമല്ലല്ലോ, സിനിമയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെ ഇല്ലേ? ഇപ്പൊ നമ്മുടെ കേരള സ്റ്റോറി വന്നു, 3 പേരുടെ കാര്യം സത്യമാണ്. പക്ഷെ അത് 32,000 അതിശയോക്തിവൽക്കരിച്ച് കാണിച്ചു. അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനോട് യോജിക്കാം വിയോജിക്കാം. എമ്പുരാൻ വന്നു, അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഹിന്ദുത്വവാദത്തിനെതിരാണ്. പക്ഷെ എന്ന് പറയുമ്പോഴും 2 ജില്ലകളെ നശിപ്പിക്കും, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും എന്ന് പറയുന്നതും ഓവറല്ലേ? അപ്പൊ സിനിമകൾക്കെല്ലാം, അല്ലെങ്കിൽ പല സിനിമകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോടെ നമുക്ക് സംവദിക്കാൻ, ബഹുമാനിക്കാം. പിന്നെ ഒരു കാര്യം ഇത് വളരെ പ്രധാനമാണ്. സിനിമയാണെന്ന് പറയുമ്പോഴും സിനിമയിൽ രാഷ്ട്രീയം പറയുമ്പോൾ എതിർ പാർട്ടികൾക്ക് മറുപടി പറയണ്ടേ? ഇത് കേട്ട് BJP RSSലെ ആൾക്കാർ മിണ്ടാതിരിക്കണമെന്നാണോ പറയണത്? അങ്ങനെയല്ലല്ലോ, അവർക്കും നിലപാടില്ലേ, അവർക്ക് കേൾക്കുമ്പോൾ അത് വിഷമം ഉണ്ടാവില്ലേ? ലാലേട്ടനെ പോലൊരാള് അങ്ങനെ, അതായത് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJP വളരാൻ നിൽക്കുന്നു, കേരളത്തിൽ BJP അധികാരം പിടിക്കാൻ വരുന്നു, അതിനെ തടയാൻ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ BJPക്കാരനും മറ്റും വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് അതിൽ തീർച്ചയായും പ്രതികരിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ സിനിമ മാത്രമല്ല, സിനിമയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ BJP RSSകാർക്ക് അധികാരവും അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട്. ഈ രാഹുൽ ഈശ്വർ ഓർക്കുന്നുണ്ടാവും, ഈ NS മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ സിഖ് കലാപം അല്ലെ? അപ്പം അതും ഇത്തരത്തിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയായി മാറി എന്നുള്ളതല്ലേ? അതെ, മാത്രമല്ല മാധവൻ സാറിനെ മറ്റേ ഈ ബാബറി മസ്ജിദിനെ തർക്കമന്ദിരം ഒന്ന് മാറ്റി വിളിക്കുന്നതിന്റെ തെറ്റിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. NS മാധവൻ സാറും ഈ ലെഫ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ ലിബറൽസ്, സെക്യുലർ, പ്രോഗ്രസീവ് ലെഫ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. മാധവൻ സാറിനെ എനിക്ക് നേരിട്ട്, അദ്ദേഹം എന്നെ പലതവണ വിമർശിച്ചിട്ടുണ്ട്, കാര്യം ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട്. പക്ഷേ നമുക്കൊരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും വേണം. അതായത് മധ്യ വലതും മധ്യ ഇടതും. ഈ തീവ്ര വലതും തീവ്ര ഇടതും എല്ലാവർക്കും ദോഷം ചെയ്യുകയുള്ളൂ.
രാജീവ് ഗാന്ധിയെ നമുക്ക് എല്ലാം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വന്ന കാലത്ത് രാജീവ് ഗാന്ധി ആ വലിയ ഹീറോ ആയിരുന്നു. പക്ഷെ രാജീവ് ഗാന്ധി സിഖ് കലാപത്തിന് ശേഷം പറഞ്ഞ ആ വാക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. കാര്യം വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞാലേ 10,3500 സിഖുകാരാണ് മരിച്ചത്. അതൊരു ഇൻസെൻസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി അത് പറയൂ. നമുക്കൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. സാക്ഷാൽ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി അങ്ങനെ പറയുമോ? മഹാത്മാഗാന്ധി പറയുന്നത് എന്നെ നിങ്ങൾ ആക്രമിച്ചാലും സിഖ് സഹോദരങ്ങളൊന്നും ചെയ്യരുതെന്നാണ്. അപ്പോ ഒരു സെൻസ് ഓഫ് മോഡറേഷൻ വേണം. പ്രത്യേകിച്ച് വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരു എന്താ പറയണേ, അവര് സ്വന്തമായി ത്യാഗം സഹിച്ചുകൊണ്ട് സമൂഹത്തിൽ ബാലൻസ് നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണം. എന്നാലേ നമ്മുടെ രാജ്യം സ്മൂത്തായി മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പൊ ആ തിരിച്ചറിവ് നമ്മുടെ നേതാക്കൾക്ക് വേണം. ഇപ്പൊ എന്തായാലും എമ്പുരാൻ ചില 3 മിനിറ്റോളം കട്ടിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ കട്ടിൽ പ്രധാനപ്പെട്ട, അതായത് ബിൽക്കിസ് ബാനുവയാണ് ആ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീയായി കാണിക്കുന്നത്, ആ പ്രഗ്നന്റ് ആയ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ. അത് സംഭവം സത്യമാണ്, പക്ഷെ അത് ഭയങ്കര വേദനാജനകമാണ്. കുട്ടികളൊക്കെ കാണുന്നതല്ലേ. അപ്പോ കാര്യം ഒരു പ്രഗ്നന്റ് ലേഡിയെ റേപ്പ് ചെയ്യുന്ന മറ്റൊരു ലെവലല്ലേ. അതായത് സംഭവം സത്യമല്ലെന്നല്ല ആരും പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ കട്ട് ചെയ്തു, ഒരു മിതത്വം ഉണ്ടാക്കി. ഈ ബജറംഗി എന്ന് പറയുന്ന ആള് സ്വന്തമായിട്ട് അയാൾക്കിട്ട പേരാണ്. പക്ഷെ ബജറംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കൂടെ പേരാണ്. അപ്പൊ ആ ബജറംഗി എന്ന് പറയുന്ന പേര് ഹിന്ദിയിൽ സൽമാൻ ഖാൻ പോലും ബജറംഗി ഭായിജാൻ എന്ന സിനിമയുടെ ഹീറോ ആണ്. അതായത് ബജറംഗി എന്ന പേര് ഏറ്റവും പവിത്രമായിട്ടാണ് നമ്മളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യക്കാർ. നമ്മൾ ഹനുമാൻ സ്വാമി എന്ന് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പേരത്ര ഫെമിലിയർ അല്ല. അപ്പൊ ചില കാര്യങ്ങളിൽ ഒരു മിതത്വം, അമിതത്വം വേണ്ട, മിതത്വമാണ് എല്ലാത്തിന്റെ ആത്മാവ്. അപ്പൊ ആ മിതത്വത്തിലേക്ക് ലൂസിഫർ തിരിച്ചു വന്നു. ലൂസിഫർ ഇനിയും 200 കോടിയും 300 കോടിയും ഒക്കെ എത്തട്ടെ, മലയാള സിനിമയുടെ അഭിമാനമാകട്ടെ. ലൂസിഫർ 3 ഇനിയും വരികയാണെങ്കിൽ പൃഥ്വിരാജ് ഇത്തരം കാര്യങ്ങളും കൂടി മനസ്സിൽ വെച്ച് വേറൊരു വില്ലനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നരേന്ദ്രമോദിജിയെ എങ്കിലും പോസിറ്റീവായി കാണിച്ചിരുന്നെങ്കിൽ, കാര്യം കോടതിയുടെ വിധി അതാണല്ലോ, അദ്ദേഹം അറിയാതെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ നരേന്ദ്രമോദിയെ അങ്ങനെ മോശക്കാരനായി കാണിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടി. ഒരു റെപ്രസെന്റേഷൻ, ഒരു 10 സെക്കൻഡ് ഒരു റെപ്രസെന്റേഷൻ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോ ഒരു ഭാഗം മുഴുവനും മോശക്കാരും തീവ്രവാദികളും കേരളത്തെ നശിപ്പിക്കാൻ വരുന്നവരും എന്ന് കാണിക്കുന്നത് അത് ശരിയല്ല, അത് അൺഫെയർ ആണ്.